ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LP-UP പരീക്ഷകളുടെ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC പരീക്ഷാ കലണ്ടറിൽ കൃത്യമായിട്ടുള്ള തീയതി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. പിന്നീട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. വളരെ കാലം പലരും പ്രിപ്പയർ ചെയ്ത് കാത്തിരുന്ന് വരുന്ന ഒരു എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ജോലി കിട്ടുന്ന ഒരു പരീക്ഷ തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആദ്യത്തെ റാങ്കുകളിൽ എത്തുക എന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ട കാര്യമില്ല. ആദ്യത്തെ റാങ്കിലുണ്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എക്സാമിന് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടീം ഐ പ്ലസ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് ദിവസം എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് പഠിക്കാനായിട്ടുള്ള സമയമൊന്നുമില്ല. ഇനിയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു റിവിഷൻ്റെ ടൈം തന്നെയാണ്. അപ്പോൾ ഫുൾ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് എവിടെയും സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് ഒരു പോർഷനും ഇല്ല. എല്ലാ ഏരിയയും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വെയിറ്റേജിൻ്റെ കാര്യമാണ്. ഈ ഒരു എക്സാം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, സയൻസ് സബ്ജക്റ്റ് വരുമ്പോൾ വെയിറ്റേജ് കൂടുതലാണ്. മാത്സിൽ വരുമ്പോഴത്തേക്ക് 15 മാർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമറും പെഡഗോജിയും കോംപ്രിഹെൻഷനും ചേർത്താണ് 10 മാർക്ക്. അതുപോലെ തന്നെയാണ് മലയാളത്തിൽ. സൈക്കോളജിയുടെ കാര്യമാണെങ്കിൽ 20 മാർക്കാണ്, സൈക്കോളജി പ്ലസ് ഫിലോസഫി. അപ്പോൾ ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷേ ഇത്രയും കവർ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർക്കാം. പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ പ്ലസിൻ്റെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്ക് റിവിഷനും അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആ ഒരു ട്രാക്കിലേക്ക് എത്തണം. സമയം വെച്ചുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ കൃത്യമായി പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോകാതെ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ, ആഴ്ചയിൽ 2 ലൈവ് ക്ലാസ് വരുന്നുണ്ട്. അത് നമ്മുടെ വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട്, വെയിറ്റേജ് ഉള്ള ഏരിയാസിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഇതേവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പോർഷൻ തീർക്കാൻ പറ്റും. ഓൾറെഡി ഒരുവിധം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ നല്ലൊരു റിവിഷൻ സീരീസ് കൂടെ ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താം. നിങ്ങളുടെ ആ ഒരു പഠനം നല്ല രീതിയിൽ ഇനിയിപ്പം ഉള്ള സമയം നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെ ഗ്രാഫ് ഉയർത്താനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാദമിക് കോർഡിനേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഫീ ആയിരിക്കില്ല. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ തന്നെയായിരിക്കും നമ്മുടെ കോഴ്സുകൾ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും പെക്യുലാരിറ്റി ആയിട്ട് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അവസരങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു അവസരം ഒരു സുവർണ അവസരം തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങളത് വിനിയോഗിക്കും. നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ.